കേരളത്തെ പിടിച്ചുകുലുക്കിയ ബലാത്സംഗ കൊലക്കേസ് കുറ്റവാളി ഗോവിന്ദചാമി അതീവ സുരക്ഷിതമായ ജയിലിൽ നിന്ന് ചാടിയെന്നത് ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. ഒറ്റക്കൈ മാത്രമുള്ള ഗോവിന്ദചാമിക്ക് ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം എളുപ്പത്തിൽ മറികടക്കാൻ കഴിഞ്ഞു എന്നത് അതിലേറെ ഞെട്ടിപ്പിക്കുന്നു. മണിക്കൂറുകൾക്കകം പിടികൂടാനായെങ്കിലും ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടമുയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. TP വധക്കേസ് പ്രതികളെ ഉൾപ്പെടെ പാർപ്പിച്ചിരിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജയിലുകളുടെ എല്ലാം കാര്യം ഗോവിന്ദ എന്നാണോ ഈ സംഭവം നമ്മളോട് പറയുന്നത്? ഈ വിഷയമാണ് ഔട്ട് ഓഫ് ഫോക്കസ് ആദ്യമായി ചർച്ച ചെയ്യുന്നത്. ദാവൂദ് സാഹിബ്, ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഈ സിസ്റ്റത്തെ എന്താണ് പഠിപ്പിക്കുന്നത്? ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം നമ്മളെ സിസ്റ്റം, ജയിൽ സംവിധാനങ്ങളാകപ്പാടെ തകരാറിലാണ് എന്നൊരു തീർപ്പിലെത്തുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ജയിൽ ബ്രേക്ക് എന്ന് പറയുന്നത്, ജയിൽ ചാട്ടം എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും നമ്മളെക്കാൾ കെങ്കേമമായ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിൽ വരെ ജയിൽ ചാട്ടം ഉണ്ടായിട്ടുണ്ട്. ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട്, നോവലുകളിൽ ധാരാളം നമുക്ക് ജയിൽ ചാട്ടങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അത് സംവിധാനത്തിൻ്റെ പരാജയം എന്നതിനേക്കാൾ കൂടി ഞാനതിനെ കാണുന്നത് ഈ ക്രിമിനലുകളുടെ, ഈ പ്രതികളുടെ അവരുടെ സാഹസബുദ്ധിയും അവരുടെ കഴിവും അവരുടെ ശേഷിയും എന്നുള്ള നിലക്കാണ്. ഓഫ് കോഴ്സ് ഇവിടെ പാളിച്ചകൾ നിശ്ചയമായിട്ടും പാളിച്ചകളുണ്ട്, എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടാവുമല്ലോ, ആ ലൂപ്പ് ഹോൾസിൽ പിടിച്ചിട്ടായിരിക്കും അവർ ചാടിയിട്ടുണ്ടാവുക. അതും ക്യാമറ പ്രോപ്പർ അല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ ക്യാമറ മോണിറ്റർ ചെയ്യാത്തതായിരിക്കാം, അല്ലെങ്കിൽ സെല്ലുകളുടെ മോണിറ്ററിങ് വന്ന പിഴവുകളായിരിക്കും, അങ്ങനെ പലതും ആകും. ഇപ്പോൾ ഇത് തന്നെ ഇദ്ദേഹം 10-28 ദിവസം എടുത്ത പ്ലാനിങ് ആണെന്നാണ് പറയുന്നത്. ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന ആൾ 28 ദിവസത്തോളം പ്ലാൻ ചെയ്തു. ഉപ്പ് ഉപയോഗിച്ച് അങ്ങേരുടെ സെല്ലിൻ്റെ ഗ്രില്ലുകൾ തുരുമ്പെടുപ്പിച്ചു, പിന്നെ അത് മുറിച്ച് മാറ്റി. ഇപ്പോൾ ഒരു കൈയുള്ള മനുഷ്യൻ ഇത്രയൊക്കെ ചെയ്തു എന്നുള്ളത്, അയാളുടെ രക്ഷപ്പെടുക എന്നുള്ളതാണ് അയാളുടെ മോട്ടീവ്. അതിനുവേണ്ടി സർവ്വവും ഡെഡിക്കേറ്റ് ചെയ്ത ഒരാളാണ്. പിന്നെ ഒരു ജയിലിൽ അടക്കപ്പെട്ട ഒരാളെ ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേറെ പ്രത്യേകിച്ച് ചിന്തകളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എൻഗേജ്മെൻ്റോ ഒന്നുമില്ല. രക്ഷപ്പെടാൻ തീരുമാനിച്ച ഒരാൾക്ക് എല്ലാ ദിവസവും അയാളുടെ റിസർച്ച് എന്തായിരിക്കും, രക്ഷപ്പെടാനുള്ള പഴുതുകൾ എവിടെ എന്നുള്ളതിനെക്കുറിച്ചാണ് ആലോചിക്കുക. അപ്പോൾ അത്തരം കൊടും കുറ്റവാളികളായിട്ടുള്ള ആളുകൾ അന്തേവാസികൾ നിശ്ചയമായി അത്തരം വഴികൾ ആലോചിക്കും. ഇപ്പോൾ കേരളത്തിൽ തന്നെ മുമ്പ് റിപ്പർ ജയാനന്ദൻ, ഒരുപക്ഷെ ഗോവിന്ദചാമിയെപ്പോലെ അതിനേക്കാൾ വലിയൊരു കുറ്റവാളിയാണ്. റിപ്പർ ജയാനന്ദൻ 2 തവണ ജയിൽ ചാടിയിട്ടുണ്ട്. ഒന്ന് ഇതേ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ്, അതിനുശേഷം അങ്ങനെ ഊട്ടിയിൽ നിന്ന് പിടിക്കുന്നു. പിന്നെ പുള്ളിയെ അടക്കുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്, അവിടെ നിന്നും ചാടുന്നു, പിന്നെയും പോലീസ് പിടിക്കുന്നു. അപ്പോൾ അത് പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ജയിൽ വകുപ്പിൻ്റെ സമ്പൂർണ്ണമായ പരാജയമാണ് എന്നൊരു നിഗമനം, അല്ലെങ്കിൽ ജയിലുകളൊക്കെ ആകെ കുഴപ്പത്തിലാണ് എന്നൊരു നിഗമനത്തിലെത്തുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ ജയിലിൽ പല സ്വഭാവത്തിലുള്ള പരിപാടികൾ, പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ജയിലുകളൊന്നാണ്, ഏറ്റവും ശ്രദ്ധേയമായ ജയിലുകളൊന്നാണ്. ജയിൽ അന്തേവാസികൾക്ക് വേണ്ടി പലതരം പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. സാംസ്കാരിക പരിപാടികളും അവരുടെ സാക്ഷരത അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും. അങ്ങനെ ജയിലിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു, ജയിലിൽ ശ്രദ്ധയും ഈ മോണിറ്ററിങ്ങും ഒക്കെ കൂട്ടാൻ ഈ സംഭവം ഇടയാക്കും. എന്ന് വെച്ചാൽ അത് ജയിൽ അന്തേവാസികൾക്ക് ലഭിക്കുന്ന അവരുടെ സ്വാഭാവികമായ റൈറ്റ്സിന് അത് തടസ്സം വെക്കുന്ന നിലയിൽ അത് വളരാനും പാടില്ല. അപ്പം ആധുനിക സാങ്കേതിക വിദ്യ ഈ സർവിലൻസിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട്? ഈ പഴയ ക്യാമറകൾ വെച്ച് ഉള്ള പരിപാടിയാണോ? ഇപ്പോൾ സെൻസറുകളുള്ള മതിലുകൾ എന്നുള്ളത് ഇന്ന് ലോകത്ത് പലയിടത്തും ജയിലുകളിൽ സ്വീകരിക്കുന്ന രീതിയാണ്. സെൻസറുകളുള്ള ക്യാമറകൾ, ഇത്തരം സംഗതികളെക്കുറിച്ചൊക്കെ ആലോചിക്കാവുന്നതാണ്. ഇതിൽ ഓഫ് കോഴ്സ് ജയിൽ വകുപ്പ് നടപടി എടുത്തിട്ടുണ്ട്, മൂന്നോളം ആളുകളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയാണ്. എത്ര സുരക്ഷ വർദ്ധിപ്പിച്ചാലും ജയിൽ ബ്രേക്ക് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ് ഞാൻ പറയുകയാണ്. നമ്മളെക്കാൾ ഇപ്പോൾ 2021 ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ജയിൽ ബ്രേക്കുകളൊന്നാണ് 2021 ഇസ്രായേലിലെ ജിൽബോവാസ് പ്രിസൺ ബ്രേക്ക് എന്ന് പറയുന്നത്. ഇസ്രായേലിലെ എല്ലാ ജയിലുകളും അതിസുരക്ഷയുള്ള ജയിലുകളായിരിക്കും. അതിൽ തന്നെ ഹൈ സെക്യൂരിറ്റി പ്രിസണാണ് ഈ ജിൽബോവ പ്രിസൺ എന്ന് പറയുന്നത്. അവിടുന്ന് 6 പലസ്റ്റൈൻ തടവുകാർ ജയിൽ ചാടിയ സംഭവമുണ്ട്. ഇസ്രായേലിനെ ലോകത്ത് തന്നെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. ഒരൊറ്റ ദിവസം 6 ഹൈ റിസ്ക് പലസ്റ്റൈൻ തടവുകാർ കാണുന്നില്ല. പലസ്റ്റൈൻ ഫൈറ്റേഴ്സാണ് അവർ രക്ഷപ്പെട്ടു.
ഒന്നരാഴ്ചയ്ക്ക് ശേഷം അവർ തിരിച്ച് പിടിക്കുന്നുണ്ട്. ഇസ്രായേൽ പോലീസ് തിരിച്ച് പിടിക്കുന്നുണ്ട്. ഒരു തരം നാഷണൽ എമർജൻസി സിറ്റുവേഷൻ പ്രഖ്യാപിക്കുന്നു. ഷിൻബത്ത് ഇസ്രായേലിൻ്റെ എല്ലാ സെക്യൂരിറ്റി സംവിധാനങ്ങളും ഇവരെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അവർ തിരിച്ച് പിടിക്കുന്നുണ്ട് ഏതാണ്ട് ഒന്നരാഴ്ചയ്ക്ക് ശേഷം. പക്ഷേ അതേക്കുറിച്ച് ദീർഘമായിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ അതേക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഏതാണ്ട് 1 വർഷം എടുത്തൊരു പ്രോജക്റ്റായിരുന്നു ആ പറയുന്നത്. 1 വർഷത്തോളം ഈ ജയിലിൽ ഇവർക്ക് ലഭിക്കുന്ന പ്ലേറ്റ്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ലഭിക്കുന്ന പ്ലേറ്റ്, സ്പൂണ്, ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് തുരങ്കം ഉണ്ടാക്കിയതാണ്. അവിടുത്തെ സീവേജിൻ്റെ ഒരു ഭാഗത്ത് അപ്പോൾ ഒരു ദിവസം വളരെ കുറച്ചായിരിക്കും തുറക്കുന്നുണ്ട്. ഈ തുറന്നിട്ടുള്ള മണ്ണ് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡ്രെയിനേജിലിടും. കുറച്ചായിട്ട് ഡ്രെയിനേജിലിടും. അതങ്ങനെ പോകും. അങ്ങനെ 1 വർഷം എടുത്തിട്ട് ഒരു തുരങ്കം ഉണ്ടാക്കിയാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ലോകത്ത് ഏറ്റവും മികച്ച സർവിലൻസിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉള്ള അത്തരം സംവിധാനങ്ങളുള്ള, അതിൽ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലാണ്. കാരണം ജയിൽ ബ്രേക്ക് എന്നുള്ളത് എല്ലാ ദിവസവും ആളുകൾ ജയിലിൽ നിന്ന് ഇങ്ങനെ ചാടിപ്പോവുകയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലൊക്കെ ഇത് സംവിധാനം സിസ്റ്റം കൊളാപ്സ് ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാവുന്നൊരു കാര്യമാണ്. അതിലെവിടെയാണ് പിഴവ് വന്നിട്ടുള്ളതെന്ന് പരിശോധിക്കുക, ആ ഗ്യാപ്പുകൾ അടക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവർ ഈ പറയുന്ന ഈ പ്രതിയെ പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കാൻ സാധിച്ചു എന്നുള്ളതും വളരെ ആശ്വാസകരമായുള്ള കാര്യമാണ്. എനിവേ, ഇയാളൊരു സ്മാർട്ട് ക്രിമിനലാണ്. അപ്പോൾ ഓഫ് കോഴ്സ് സംവിധാനങ്ങൾ അതിനേക്കാൾ സ്മാർട്ടാകേണ്ടി വരും. നൗഫൽ, ഈ ഗോവിന്ദച്ചാമി എന്ന ക്രിമിനലിൻ്റെ ആസൂത്രണമുണ്ട് തീർച്ചയായും ഈ ഒരു ജയിൽ ചാട്ടത്തിൽ. പക്ഷേ അതിനപ്പുറം ഒരുപാട് വീഴ്ചകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4 പേരുടെ സസ്പെൻഷനിൽ മാത്രം ഈ സംഭവം ഒതുങ്ങുമോ? ഒരിക്കലുമില്ല. കാരണം അതൊരു വീഴ്ച, അപ്പം പറയുന്ന പോലെ അത് അയാളുടെ ഒരു കഴിവാണെങ്കിൽ തന്നെയും ആ കഴിവ് തിരിച്ചറിയേണ്ട ആളുകളാണല്ലോ അവിടുത്തെ ജീവനക്കാർ. സ്വാഭാവികമായും അത് വലിയ വീഴ്ച തന്നെയാണ്. ഇപ്പം ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എനിക്ക് പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ണൂർ മനോരമയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ജയിൽ സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ജയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഭീകരമായ അവസ്ഥയിലൊന്നുമല്ല. കുറേ പൂക്കളും ചെടികളും ഒക്കെ ഉള്ളൊരു വളരെ ഒരു ഉദ്യാനം പോലെയുള്ള സ്ഥലമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ആദ്യം കയറി ചെല്ലുന്നിടത്ത് തന്നെ നമുക്ക് വലിയ റിസപ്ഷൻ നമുക്ക് ഫീൽ ചെയ്യും അവിടെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ്. അപ്പം അതിൽ തന്നെ ഒരു 10ാം ബ്ലോക്കിൽ ഒരു ABCD എന്ന് പറഞ്ഞ 4 ചെറിയ ബ്ലോക്കുകളുണ്ട്. അപ്പോൾ അതിലാണ് ഈ ഗോവിന്ദച്ചാമി അടക്കമുള്ളവരെ പല സെല്ലുകളിലായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആൾ കൂടുമ്പം 2 പേരായിരിക്കും, അല്ലെങ്കിൽ ഓരോരുത്തരായിരിക്കും ഈ സെല്ലിലുണ്ടാവുക, ഈ കൊടുങ്കുറ്റവാളികളെ വെക്കുന്നത്. അതിൽ ABCD ഇപ്പം ഒരു മാസം Aയിലാണെങ്കിൽ അടുത്ത മാസം Cയിലായിരിക്കും, അതിൻ്റെ അടുത്ത മാസം Dയിലായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ആണ് താമസിപ്പിക്കുന്നത്. കാരണം അതൊക്കെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. കാരണം ഇതുപോലെ തുരക്കുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ വേണ്ടിയിട്ടാണ് അടുത്ത ബ്ലോക്കിൽ. അങ്ങനെ ഒരു കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടി ഒന്നും നടപ്പിലാക്കാൻ കഴിയില്ല ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ മാറ്റം വരുമ്പോൾ. അപ്പോൾ അങ്ങനെ മാറ്റം ഇപ്പം ലാസ്റ്റ് B ബ്ലോക്കിലായെന്ന് തോന്നുന്നു, നേരത്തെ D ബ്ലോക്കിലാണെന്ന് തോന്നുന്നു. അങ്ങനെ മാറ്റങ്ങൾ ഗോവിന്ദച്ചാമിക്കും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ജയിലിലെ മറ്റ് ബ്ലോക്കുകളെ പോലെയല്ല. ഈ ബ്ലോക്കുകൾക്ക് എല്ലാം കൂടി ഒരു ചുറ്റുമതിലുണ്ട്. ഈ ചുറ്റുമതിൽ ആദ്യം ചാടണം. ആദ്യം ഈ സെല്ലിൻ്റെ കമ്പി മുറിച്ച് പുറത്ത് ചാടണം. പിന്നെ ഈ ചുറ്റുമതിലിന് ഒരൊറ്റ ഗേറ്റേ ഉള്ളൂ. ആ ഗേറ്റിലൂടെ കടക്കണം. പക്ഷേ അവിടെ പാറാവുകാരനുണ്ടാവും, അതുകൊണ്ട് ഗേറ്റിലൂടെ കടക്കാൻ പറ്റില്ല. ആ മതിൽ ചാടണം. ആ മതിലും ചാടിക്കടന്ന് കുറച്ചങ്ങ് പോയതിന് ശേഷമാണ് കോമ്പൗണ്ട് വാൾ ഉള്ളത്. അതാണ് വലിയ ഏറ്റവും ഹൈറ്റിലുള്ളത് കോമ്പൗണ്ട് വാൾ, ഔട്ടറുള്ളത്. ആ വാളിന് മുകളിൽ എന്തുണ്ട്? കമ്പിവേലിയുണ്ട്. അപ്പോൾ ഈ കമ്പിവേലി നേരെ തുടക്കത്തിൽ ആ കമ്പിവേലിയിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിരുന്നു. നമ്മളെ ആനയ്ക്കൊക്കെ വെക്കുന്ന പോലെ മരിച്ചു പോകുന്നില്ല, പക്ഷേ ഷോക്ക് അടിക്കും. അപ്പോൾ അങ്ങനത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇലക്ട്രിസിറ്റി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതും കടന്ന് വേണം അപ്പുറത്ത് കടക്കാൻ. അപ്പം അങ്ങനെ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ കൃത്യമായ ഇടവേളകളിൽ ഈ കോമ്പൗണ്ട് വാളിന് ചുറ്റും പാറാവുകാർ വരും, അകത്ത് പാറാവുകാരുണ്ടാവും, ഈ പറയുന്ന ഗേറ്റിൽ ആളുണ്ടാവും, സെല്ലിൽ റോന്ത് ചുറ്റുന്ന പാറാവുകാരുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇയാൾ ചാടിയിരിക്കുന്നത്. അപ്പം ഈ സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് 20 ദിവസമെങ്കിലും ആസൂത്രണം നടത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് ടൂളുകൾ കണ്ടെടുക്കുന്നുണ്ട്. ആക്സോ ബ്ലേഡാണ്. ഒരു ആക്സോ ബ്ലേഡ് കൊണ്ട് ഇത് മുറിച്ച് കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആക്സോ ബ്ലേഡ് കുറച്ച് നേരം വരച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ മൂർച്ച പോകും. പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫലസ്തീനിലെ സ്പൂണൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒരു ആക്സോ ബ്ലേഡ് കൊണ്ട് ഇത് തീരില്ല. അപ്പോൾ അത് കുറേ ആക്സോ ബ്ലേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. കുറേ ദിവസങ്ങൾ മെനക്കെട്ടതിന് ശേഷമായിരിക്കും ഈ കമ്പി വലിക്കാൻ പറ്റിയിട്ടുണ്ടാവുക. ഒരു ഭാഗമല്ല, 2 ഭാഗമൊന്നും മുറിക്കൽ പ്രാവർത്തികമല്ല. ഒരു ഭാഗം മുറിച്ച് ബാക്കി വളച്ച് പൊന്തിക്കുക എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാനാണ് സാധ്യത. അത് മാത്രമല്ല, ഇയാൾക്കൊരു സഹതടവുകാരനുണ്ടായിരുന്നു. അയാളോട് നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാമെന്നാണത്രേ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗോവിന്ദച്ചാമി മെലിഞ്ഞതും ഇയാൾ കുറച്ച് തടിയുള്ള ആളും ആയതുകൊണ്ട് അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല എന്നാണ് പറയപ്പെടുന്നത്.
ഒരുപക്ഷെ അയാളെയും ഗോവിന്ദസ്വാമി പറഞ്ഞ് പറ്റിച്ചായിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരുമിച്ച് ചാടാമെന്ന് പറഞ്ഞ് പണിയെടുത്തിട്ട് അവസാനം അയാൾ അവിടെ ഉള്ളിരുത്തിയായിരിക്കാം ഒരുപക്ഷെ. എന്തോ ആവട്ടെ, അയാൾ മെലിയാൻ വേണ്ടി ഭക്ഷണം അപ്പോൾ അയാൾ ആ കിണർന്ന് എടുക്കുമ്പോഴുള്ള വിഷ്വലിൽ ഭയങ്കരമായി വാരിയലൊക്കെ കാണുന്ന രൂപത്തിലാണ് കാണുന്നത്. പക്ഷേ അതിന് ശേഷം പിന്നെ അത്ര ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ മെലിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ അവിടെ ജീവനക്കാരുണ്ട്, ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും, ക്യാമറയുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇയാൾക്ക് മറികടക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ഒരു സാധാരണ ഇപ്പോൾ ഇതേ ജയിൽ, ഇപ്പോൾ കണ്ണൂരിൽ തന്നെ ഇതിനു മുമ്പും തടവുകാർ ചാടിയത് ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്ന് വെച്ചാൽ പലപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ സെല്ല് മുറിച്ച് കിടക്കുന്നതല്ല, ഈ സെല്ലിന് ഈ അകത്ത് കടക്കാതെ പുറത്ത് എവിടെയെങ്കിലും ഒളിച്ച് നിന്നിട്ട് രാത്രി മുങ്ങുന്ന പരിപാടിയാണ്. അത് സാധാരണ തടവുകാർക്കൊക്കെയാണ് അങ്ങനെ പറ്റുള്ളൂ. ഈ കൊടുങ്കുറ്റങ്ങളെ കൃത്യമായി രജിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടൊക്കെ നടക്കുകയുള്ളൂ. ഇത് സെല്ല് മുറിച്ച് കിടക്കുന്നവരൊക്കെ അപൂർവമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ സെല്ലിലെ കമ്പി മുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ദിവസം ചെയ്താലേ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച ഗോവിന്ദസ്വാമിയുടെ പേരിൽ സംഭവിച്ചു എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 4 പേരുടെ സസ്പെൻഷനിലൊന്നും കാര്യങ്ങൾ ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. അതൊരു ചെറിയ തെറ്റല്ല, ഇങ്ങനെ സെല്ല് മുറിക്കുന്നു, ഇങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളത്. മാത്രമല്ല, ഇയാൾ രക്ഷപ്പെട്ടത് അറിയുന്നത് പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്. പുലർച്ചെ 1:30 ഇയാൾ രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങുന്നത്. പിന്നെ ഒരു CCTV നമ്മൾ കാണുന്നത് 3 മണിക്കേറ്റുള്ള വിഷ്വലാണ് കാണുന്നത്. 2 മണിക്കൂർ ഒളിച്ചിരുന്നു. 2 മണിക്കൂർ അവിടെ ഒളിച്ചിരുന്നു, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് പോലും ഇവർ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവരത്രയും ഈ പറയുന്ന ജീവനക്കാർ ഒന്നുകിൽ അവർ ഉറക്കം നടിച്ചു, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി. ഈ 2 സംഗതികൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. ഇവർ പുറത്തുകൂടെ റോന്ത് ചുറ്റുന്ന സമയത്താണ് ഈ പുതപ്പ് കണ്ടിട്ടാണ് ആരോ ചാടിയിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലായിട്ട് സെല്ലുകളിൽ പരിശോധന നടത്തുകയും, ഒരുപക്ഷേ ഗോവിന്ദസ്വാമിയുടെ സെല്ലിൽ അവസാനമായിരിക്കും പരിശോധിച്ചിട്ടുണ്ടാവുക. ഇയാൾ ചാടാനും സാധ്യതയില്ലാന്നായിരിക്കും അവർ കരുതിയിട്ടുണ്ടാവുക. അങ്ങനെ പരിശോധിച്ചാണ് ഒരാൾ ചാടിയെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വീഴ്ചയല്ല. ജയിലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തവരെ, നാട്ടിൽ ജീവിച്ചാൽ മറ്റുള്ളവർക്ക് ഭീഷണി ഉണ്ടാകുമെന്ന് കരുതുന്ന ആളുകളെയാണല്ലോ ഇത്തരത്തിൽ ജയിലിൽ കൊണ്ടുവരുന്നത്. അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുക എന്ന്, അവരെ പോകാൻ അനുവദിക്കുക, ചാടാൻ അനുവദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ വീഴ്ചയല്ല, ഈ വീഴ്ച വളരെ ഗൗരവമുള്ളതാണ്. ആ രീതിയിൽ തന്നെ അത് അന്വേഷിക്കണം. എന്തായാലും പൊതുജനങ്ങളുടെ ഇടപെടലിൽ ഗോവിന്ദസ്വാമിയെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞു. അതുതന്നെ വലിയ കാര്യം. എന്തായാലും ജയിലുകളുടെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധ വേണം എന്ന് തന്നെയാണ് തോന്നുന്നത്.